ഈ എംപ്ലോയർ ഒരു ഹോട്ടലിലാണ് എംപ്ലോയിക്ക് എന്താണ് ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പെർക്വിസിറ്റി വാല്യൂ? അത് ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, അവിടെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 15 days 15 ദിവസം വരെ എന്താണ് അവിടെ ഫ്രീ ആയിട്ട് അയാൾക്ക് താമസിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ് ടു 15 days 15 ദിവസം വരെ ആണെങ്കിൽ എന്താണ് പെർക്വിസിറ്റി വാല്യൂ ഇല്ല, നില്ലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എംപ്ലോയിക്ക് ടാക്സ് ഇല്ല. എന്നാൽ 15 ദിവസത്തിൽ കൂടുതലായ ഇഫ് എക്സീഡ് 15 days അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? അങ്ങനെ ആകുമ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, സാലറി ഇൻറ്റു 24% ഇൻറ്റു ഈ കണക്കണ്ട് വെച്ച് കൊടുത്താൽ മതി, കിട്ടും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24% ഓഫ് ദി സാലറി ഓഫ് ദി എംപ്ലോയി റിലേറ്റിംഗ് ടു ദി നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേ ഇൻ ഹോട്ടൽ. എത്ര ദിവസമാണോ ആ എംപ്ലോയി ഹോട്ടലിൽ താമസിച്ചിരിക്കുന്നത് അത്രയും ദിവസത്തെ സാലറിയുടെ 24% ആർക്ക് പെർക്കായിട്ട് വരും? എംപ്ലോയിക്ക് പെർക്കായിട്ട് വരും. അതല്ലെങ്കിലോ ഓർ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ അതിന് വാടക കൊടുക്കേണ്ടി വരും. ഈ ഹോട്ടലിൽ വെറുതെ താമസിക്കുകയാണെങ്കിൽ ഹോട്ടലുകാർ വെറുതെ താമസിക്കില്ല, ആൾക്കാർ വാടക കൊടുക്കേണ്ടി വരും, എംപ്ലോയർ വാടക കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും ചെക്ക് ചെയ്യും. ഓക്കെ, അതിൽ ഏറ്റവും ചെറുത് ഏതാണോ അതെന്താണ് ടാക്സ്, വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, ദെൻ നോർമൽ കേസ് സാധാരണ ഇനി എന്തെങ്കിലും എമൗണ്ട് എന്താണ് എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ വാടക എന്തായാലും എംപ്ലോയർ കൊടുക്കുകയാണല്ലോ, ആ എംപ്ലോയർ എന്താണ് എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ലെസ് എനി എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി എന്ത് ചെയ്യണം? അത് കുറയ്ക്കാം. ബാക്കിയുള്ളതായിരിക്കും പെർക്വിസിറ്റി വാല്യൂ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഈ പോയിന്റ് ശ്രദ്ധിക്കട്ടോ, ഇത് കോമൺ ആണ്. ഇനി ഞാൻ ചിലപ്പോൾ പറഞ്ഞോണമെന്നില്ല. എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയി പിന്നെ എംപ്ലോയർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറയ്ക്കാനുള്ള അവകാശമുണ്ട്. കാരണം അതിനും കൂടി ടാക്സ് പിന്നെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനി എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി, എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറയ്ക്കാനുള്ള അവകാശമുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കോമൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ നമ്മൾ പെർക്വിസിറ്റി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണെന്ത് സ്റ്റേ ഇൻ ഹോട്ടൽ. ഹോട്ടലിലാണ് ഒരു താമസ സൗകര്യം ഒരുക്കി കൊടുത്തതെങ്കിൽ ചെയ്യേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 15 ദിവസം ഉള്ള കണക്കാണ്. 15 ദിവസത്തിലേറെ ഉണ്ടെങ്കിൽ വർക്ക് വരും, അല്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ ആണല്ലോ? ദെൻ മറ്റൊന്ന് ലാസ്റ്റ് ഭാഗമാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് അക്കോമഡേഷൻ അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ. നിങ്ങളപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ എന്ത് ചെയ്യാണ്? ജോലിയുടെ ഭാഗമായിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിരിക്കും. അങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ ഭാഗത്തേക്ക് ചെല്ലുകയാണ്, അവിടെ നിങ്ങൾക്കൊരു സൗകര്യം അയാൾ ഒരുക്കി തരുന്നുണ്ടോ? അക്കോമഡേഷൻ എന്താണ് അറ്റ് ന്യൂ പ്ലേസ്, നിങ്ങൾ ചെല്ലുന്ന ഭാഗത്ത്. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളെ പഴയ സ്ഥലത്തുണ്ടല്ലോ അവിടെ നിങ്ങളെ ആ ഒരു അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സ്ഥലത്തും എന്താണ് ഫ്രീ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണ്. ഓൾഡ് പ്ലേസിലുണ്ട്, ന്യൂ പ്ലേസിലും ഉണ്ടാവാം. ഇങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ഏതിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്താണ് രണ്ടും എടുക്കണമെന്നാണ്, അതോ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഏതിൻ്റെ വാല്യൂ എടുക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് ട്രാൻസ്ഫർ ആയിട്ട് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ അതാണ്. അപ്പം നമ്മൾ ഒന്നാം എന്താണ് ഓൾഡ് പ്ലേസിൽ ഉണ്ടായിരിക്കാം. ഓൾഡ് പ്ലേസിൽ അതിൻ്റെ പെർക്വിസിറ്റി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് എത്രയെന്നുള്ളത് വാല്യൂ എത്രയും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാവും. ഇനി അതല്ല ന്യൂ പ്ലേസിൽ ഈ രണ്ട് പ്ലേസിലുള്ള അക്കോമഡേഷനും എന്താണ് നിലവിൽ ഇപ്പം എന്താണ് എംപ്ലോയീൻ്റെ കയ്യിൽ അത് ഒഴിഞ്ഞിട്ടൊന്നുമില്ല, രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണോ ലോവർ ആയിട്ട് വരുന്നത് ആ പെർക്ക് അയാൾക്ക് ടാക്സ് ആണ്. ലോവർ വാല്യൂ ഓഫ് പെർക്ക് വിൽ ബി ടാക്സഡ്. ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പഴയ പ്ലേസിലുള്ള ആ ഒരു അക്കോമഡേഷൻ ഉണ്ടല്ലോ, ആ ഫെസിലിറ്റി ഉണ്ടല്ലോ എംപ്ലോയർ തന്നത്, അത് പെട്ടെന്ന് കാലിയാക്കി കൊടുക്കണ്ടോ? ഇല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 90 ദിവസമാണ് കഴിഞ്ഞാൽ
രണ്ട് ഉണ്ടല്ലോ, ഈ രണ്ട് സംഭവത്തിനും നിങ്ങൾ ടാക്സ് കൊടുക്കണേ. ടാക്സിന് മനസ്സിലായപ്പോൾ എന്താ സംഭവം എന്നുള്ളത്? അപ്പോൾ ഇഫ് ദി എംപ്ലോയർ എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ഫെസിലിറ്റി ടു ആൻ ഓൾഡ് പ്ലേസ് ആൻഡ് ആൾസോ അറ്റ് ന്യൂ പ്ലേസ്, രണ്ട് പ്ലേസിൽ എന്താണ് ഫെസിലിറ്റി തരാണ്. നിങ്ങൾ എന്ത് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് ലോവർ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഏതാണോ അത് ടാക്സ് പരിഗണിച്ചാൽ മതി. എന്നാൽ ഈ എംപ്ലോയി എന്താണ് 90 ദിവസത്തിൽ മേലെയായിട്ട് ആ പഴയ ഫെസിലിറ്റി ഇപ്പോഴും അയാൾ എന്താണ് ആസ്വദിച്ചതുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒഴിവായി കൊടുത്തിട്ടില്ലെങ്കിൽ, രണ്ട് സ്ഥലത്തുള്ള വാല്യൂക്ക് എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതാണ് അക്കോമഡേഷൻ അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംഭവം. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഒന്ന് വാടക രഹിത താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക ഫസ്റ്റിൽ. രണ്ടാമത്തെ എന്താണ് ഈ സ്റ്റേ ഇൻ ഹോട്ടൽ, ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഒരു ഹോട്ടലിലാണ് അക്കോമഡേഷൻ എങ്കിൽ, മറ്റൊന്ന് ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ എങ്ങനെയാണ്. ഓക്കെ, ദെൻ ഇനി ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയി മെറ്റ് ബൈ എംപ്ലോയർ എന്നൊരു സംഭവം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് നമുക്കറിയാം ടാക്സബിൾ ഇൻ ഓൾ കേസാണ് അല്ലേ, ടാക്സബിൾ ഇൻ ഓൾ കേസ്. ഇതിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, പിന്നെ ഒബ്ലിഗേഷൻ, അതുപോലെ തന്നെ എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്, ഇങ്ങനെ 3 സാധനം വരുന്നത്. ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാണ് ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയി മെറ്റ് ബൈ എംപ്ലോയർ. എംപ്ലോയിയുടെ എന്താണ് ഒബ്ലിഗേഷൻസ്, ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ, ആ കാര്യം മീറ്റ് ചെയ്യാണ് എംപ്ലോയർ മീറ്റ് ചെയ്യാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് എന്താണ് ഈ എംപ്ലോയിൻ്റെ എന്താണ് വാട്ടർ ബില്ല്, ഹോട്ടൽ ബില്ല്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇലക്ട്രിസിറ്റി, അയാളുടെ ഇൻഷുറൻസ്, ക്ലബ്ബ് എക്സ്പെൻസ്, പിന്നെ അതുപോലെ തന്നെ വെൽത്ത് ടാക്സ്, അതുപോലെ തന്നെ എന്താണ് ഇൻഷുറൻസ്, ഇൻഷുറൻസ് പറഞ്ഞു, വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഇലക്ട്രിസിറ്റി, ഇൻഷുറൻസ്, ക്ലബ്ബ്, വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ് എക്സെട്ര, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് ആര് കൊടുക്കുകയാണ്, എംപ്ലോയർ കൊടുക്കുകയാണ്. എന്താണ് പെർക്വിസിറ്റി വാല്യൂ? പെർക്വിസിറ്റി വാല്യൂ എന്ന് പറയുന്നത് ആണ് ആക്ച്വൽ കോസ്റ്റ് മെറ്റ് ബൈ എംപ്ലോയർ. എംപ്ലോയർക്ക് എത്രയാണോ ചെലവ് വന്നത് അത് ആർക്ക് പറക്കായിട്ട് വരും, എംപ്ലോയിക്ക് പറക്കായിട്ട് വരും. ദാറ്റ്സ് ഓൾ. ആക്ച്വൽ കോസ്റ്റ് മെറ്റ് ബൈ എംപ്ലോയർ. ഇത്രേ ഉള്ളൂ. അത് ചെറിയൊരു ഭാഗമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയത്. അടുത്തത് ഫ്രിഞ്ച് ബെനിഫിറ്റ് ആണ്. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് നേർക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് എഴുതി എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ ആണല്ലോ?